ഹായ്, എല്ലാവർക്കും സെറാ ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റ് പേപ്പർ ഇട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആ രണ്ടാമത്തെ ടെസ്റ്റ് പേപ്പറിന്റെ ആൻസർ ക്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ മൂന്നാമത്തെ ടെസ്റ്റ് പേപ്പറിന്റെ തുടക്കത്തിൽ, ആ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ രണ്ടാമത്തെ ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവാം. പക്ഷെ അത് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അത് മൂന്നാമത്തെ ടെസ്റ്റ് പേപ്പറിന്റെ ആൻസർ കീ ആയിരുന്നു തന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ടെസ്റ്റ് പേപ്പറിന്റെ ആൻസർ കീ ആണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ? ഏറ്റവും ആദ്യം തന്നിരിക്കുന്ന ചോദ്യം ഇതായിരുന്നു അല്ലെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇസ് ഡിവിസിബിൾ ബൈ 3 എന്നുള്ളതാണ്. ഇതിൽ ഏതൊക്കെ നമ്പേഴ്സ് ആണ് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ? അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ഓപ്ഷൻ എ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ എന്ന് എങ്ങനെ നോക്കാം? നമ്മൾ ഓൾറെഡി പഠിച്ചു, ഡിവിസിബിലിറ്റി റൂൾ എന്നുള്ള സാധനത്തിൽ പഠിച്ചിട്ടുണ്ട്. 3ന്റെ ഡിവിസിബിൾ ആണോ ഒരു സംഖ്യ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? അതിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കും അല്ലെ? അപ്പൊ ആ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന ആൻസർ 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യയാണെങ്കിൽ ആ നമ്പർ മുഴുവൻ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നുള്ള സാധനം നമ്മൾ പഠിച്ചതാണ് അല്ലെ? അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്റെ കേസിൽ നോക്കൂ, 2ഉം 4ഉം 6, 6ഉം 5ഉം 11, 11ഉം 1ഉം 12, 12ഉം 3ഉം 15, 15ഉം 2ഉം 17ഉം 4ഉം 21 എന്നാണ് അതിലെ എല്ലാ അക്കങ്ങളും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് അല്ലെ? 21 എന്നുള്ളതാണ്. 21 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അതെ അല്ലെ? 3 ഇൻറ്റു 7 21 ആണല്ലോ. അപ്പൊ ഇത് ഓപ്ഷൻ എ എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ? അപ്പൊ എ എന്തായാലും 3ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇനി എ ഉള്ള ഓപ്ഷൻ ആണ് എന്തായാലും വരിക അല്ലെ? അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ അല്ല എന്ന് മനസ്സിലായി? ഓപ്ഷൻ 3യും അല്ല, ഓപ്ഷൻ 4ഉം അല്ല എന്ന് മനസ്സിലായി. ഒന്നുകിൽ എ ആൻഡ് സി ഓൺലി, അല്ലെങ്കിൽ എ ആൻഡ് ബി ഓൺലി ആണ് അല്ലെ? അപ്പൊ ഇനി നമ്മൾ ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് അനുസരിച്ച് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾ എയ്തർ ബി ഓർ സി നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ബി ഒന്ന് നോക്കാം. ബിന്റെ കേസും എങ്ങനെയാ നോക്കാം? ഇതേപോലെ തന്നെയാണ് അല്ലെ? 3ഉം 7ഉം 10, 10ഉം 2ഉം 12, 12ഉം 2ഉം 14, 14ഉം 5ഉം 19, 19ഉം 6ഉം 25ഉം 8ഉം 33 എന്നാണ് കിട്ടുക. സോ നമുക്കറിയാം 33 എന്ന് പറയുന്ന ഒരു നമ്പർ എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ? അപ്പൊ പിന്നെ എന്തായാലും ബിയും കൂടെ വരുന്ന ഉറപ്പായില്ലേ? അപ്പൊ ഏതായിരിക്കും ആൻസർ? എ ആൻഡ് ബി ഓൺലി ആയിരിക്കും ഇവിടുത്തെ ആൻസർ. സിയും ഡിയും എന്തായിരിക്കില്ല? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല. വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം. 5 4 9, 9 1 10, 10 2 12, 12 3 15, 7 22 1 23 വരുന്നത് അല്ലെ? ഓപ്ഷൻ സിയുടെ കേസില് 23 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല അല്ലെ? അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടി എ ആൻഡ് ബി ഓൺലി ആണെന്നുള്ളത്. അപ്പൊ എ ആൻഡ് സി ഓൺലി അല്ല അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് അനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇസ് ഡിവിസിബിൾ ബൈ 9? അഗെയിൻ 9ന്റെ കേസ് നമ്മൾ എങ്ങനെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്? 9ന്റെ കേസ് നോക്കാനും 3ന്റെ കേസ് നോക്കിയ അതേ മെത്തേഡ് തന്നെയാണ്. എന്ത് ചെയ്യണം? അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കണം അല്ലെ? അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ? 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യ മുഴുവൻ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്റെ കേസിൽ നോക്കൂ, 4 3 7, 7 2 9, 9 1 10, 10 2 12, 12 2 14 3 17 എന്നാ കിട്ടുന്നത് അല്ലെ? 17 എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ലേ? ഒന്നും കൂടെ കൂടി നോക്കാം. 4 3 7, 7 2 9, 9 1 10, 12, 14, 17. അപ്പൊ എന്തായാലും എ അല്ലാന്ന് ക്ലിയർ ആയി. അപ്പൊ എ ആൻഡ് സി ഓൺലി വരില്ല അല്ലെ? എ ആൻഡ് ബി ഓൺലി വരില്ല. അപ്പൊ ബി ആൻഡ് സി ഓൺലിയോ സി ആൻഡ് ഡി ഓൺലിയോ ആണ് വരിക. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. ബിന്റെ കേസ് നോക്കാം. ബിയും കൂടെ വരുമോ എന്നുള്ള കേസ് നോക്കാം അല്ലെ? എത്രയാണ് വരിക? 5 6 11, 14 15, 15 5 20, 22, 22 1 23, 22 1 23 3 26 അല്ലെ? 5 6 11, 14 15, 20, 22, 22 1 23, 23 3, 26. 26 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല അല്ലെ? അപ്പൊ അഗെയിൻ ബിയും അല്ലാന്ന് ക്ലിയർ ആണ് അല്ലെ? അപ്പൊ ബി ആൻഡ് സി ഓൺലി മാത്രം വരില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടി. ഇനി ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതേതാണ്? സി ആൻഡ് ഡി ഓൺലി ആയിരിക്കും അല്ലെ? ഇനി സിന്റെ കേസ് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശരിക്കും ഓപ്ഷൻസിൽ ഇനി വേറെ ഒന്നുമില്ല, സി ആൻഡ് ഡി ഓൺലി തന്നെയാണ്. എന്നാലും സി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 7 3 10, 10 8 18 2, 20, 23, 23 6 29, 7 36. 36 എന്ന് പറയുന്നത് എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ സി ആണ് അല്ലെ? ഇനി ഡിയും ഇതുപോലെ ചെക്ക് ചെയ്താൽ 8 2 10, 15, 18, 18 2 20, 22 5 27. 27 എന്ന് പറയുന്നതും 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പൊ പിന്നെ ഏതൊക്കെ വരുന്നുണ്ട്? സിയും ഡിയും ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരാം. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇസ് ഡിവിസിബിൾ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11 എന്നുള്ളതായിരുന്നു ചോദ്യം അല്ലെ? 11ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ ഒരു 11ന്റെ മൾട്ടിപ്പിൾ ആണ് ഒരു സംഖ്യ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഒന്നിടെ വിട്ട അക്കങ്ങൾ തമ്മിൽ നമ്മൾ ആദ്യം കൂട്ടി നോക്കും അല്ലെ? എന്നിട്ട് കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന ആൻസറും പിന്നെ ബാക്കി കൂട്ടാൻ വെച്ചിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസറും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 11 0 കിട്ടണം അല്ലെ? അപ്പൊ ഇവിടെ ഒന്നിടെ വിട്ട സംഖ്യ എന്ന് പറയുമ്പോൾ 3 4 7 അല്ലെ? 7 2 9 എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുക അല്ലെ?
ഒന്നിനോട് ട്രയാങ്കിൾ കൂട്ടുമ്പോ ഇനി അടുത്തേൽ കൂട്ടുമ്പോഴോ 7 1 8 8 5 13 എന്നാണ് കിട്ടുക. അപ്പൊ 13 9 കുറച്ചാൽ 4 എന്നാണ് ആൻസർ കിട്ടുക. 0 11 കിട്ടുന്നില്ല അല്ലെ. അപ്പൊ 3,74,125 എന്ന് പറയുന്ന 11ന്റെ മൾട്ടിപ്പിൾ അല്ല എന്നുള്ളത് ക്ലിയർ ആണ് അല്ലെ. ഇനി ഇത് നോക്കുമ്പോഴോ 8 7 15 15ഉം 0 എന്ന് പറയുമ്പോൾ 15 തന്നെയാണ് അല്ലെ. അടുത്ത് കൂട്ടുമ്പോഴോ 4 2 6 6 9 15 15 15 പോയി എത്ര കിട്ടാം? 0 എന്ന് കിട്ടും. 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണത് എന്തിന്റെ ഡിവിസിബിൾ ആണ്? 11ന്റെ ഡിവിസിബിൾ ആണ് അല്ലെ. അപ്പൊ ഇനി ബാക്കി ഓപ്ഷൻസ് നമ്മൾ നോക്കാൻ നിൽക്കണ്ട. അപ്പൊ ഇതായിരിക്കും ഇവിടുത്തെ 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഒന്നിടവിട്ട അക്കങ്ങൾ തമ്മിൽ കൂട്ടാം, കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസറും പിന്നെ ബാക്കി കൂട്ടാൻ വെച്ചിരിക്കുന്ന ബാക്കി സംഖ്യകളുടെ അക്കങ്ങളും തമ്മിൽ കൂട്ടാം, ബാക്കി കൂട്ടാത്ത അക്കങ്ങളും കൂടെ കൂട്ടാം. കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 0യോ 11ഓ വരണം എന്നുള്ളതാണ് 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് ഡിജിറ്റ് ദാറ്റ് ഷുഡ് റീപ്ലേസ് എക്സ് ഇൻ 5437x സോ ദാറ്റ് ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3 അല്ലെ. ഇത് 3ന്റെ ഡിവിസിബിൾ ആവണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 3ന്റെ ഡിവിസിബിൾ ആവണമെങ്കിൽ ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്കറിയാം 3ന്റെ ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യ കിട്ടണം അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ ബാക്കിയുള്ള അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 5 4 9 9 3 12 7 19 എന്നാണ് കിട്ടുന്നത് അല്ലെ. ഇനി ഇതിൽ കൂട്ടാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ അല്ലേ ചോദ്യം. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ചെറിയ നമ്പർ 0 ആണ്. 19നൊപ്പം 0 കിട്ടിക്കഴിഞ്ഞാൽ 19 തന്നെയാണ് കിട്ടുക. പക്ഷെ 19 3ന്റെ മൾട്ടിപ്പിൾ അല്ല അല്ലെ. പിന്നെ എത്രയാ വരുന്നത്? 19നൊപ്പം 2 കൂട്ടിയാൽ 21 കിട്ടും അല്ലെ. 21 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പൊ ഇവിടെ 2 വന്നാൽ ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാറും. അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ അങ്ങനെ എക്സിന്റെ സ്ഥലത്ത് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും? 2 ആയിരിക്കും വരിക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 15? 15 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഒരു സംഖ്യ 15 വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു? ഒന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആവണം, പിന്നെ 5ന്റെ മൾട്ടിപ്പിൾ ആവണം അല്ലെ. 3ന്റെയും 5ന്റെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ മാത്രമേ അത് 15ന്റെ മൾട്ടിപ്പിൾ ആവുള്ളൂ. 3 × 5 15 ആണെന്ന് പറഞ്ഞ പോലെ അല്ലെ. അപ്പോ ഒരു സംഖ്യ 5ന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള കണ്ടീഷൻ എന്താ? ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 0 5 വരണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ ഇവിടുത്തെ കേസിൽ അങ്ങനെ ഒരൊറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും. ഇനി നമുക്കിത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. എന്താ ചെയ്യേണ്ടത്? അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുക അല്ലെ. 6 4 10 12 12 14 16 18 അല്ലെ. 18 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പൊ പിന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടി ഏതാണ് ഇവിടുത്തെ ആൻസർ? ഓപ്ഷൻ 2 ആണ് ആൻസർ. ഓക്കെ. ഓപ്ഷൻ 1ന്റെ കേസ് വരുമ്പോൾ അത് 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിലും 5ന്റെ മൾട്ടിപ്പിൾ ആവില്ല. കാരണം 0 5 ലാസ്റ്റ് വരണം. ഇവിടെ അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അത് എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല? 5ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് 15ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കില്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ HCF ഓഫ് 18 24 30 അല്ലെ. HCF ഓഫ് 18 24 30 എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പറഞ്ഞത്? നമ്മുടെ ലൈവ് സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? ഇവിടുത്തെ ഏറ്റവും ചെറിയ സംഖ്യയോ അല്ലെങ്കിൽ അതിന്റെ ഫാക്ടറോ ആയിരിക്കും എപ്പോഴും എന്തെന്ന് പറയുന്ന സാധനം? HCF എന്ന് പറയുന്ന സാധനം. 18 ആണോ ഇവിടുത്തെ HCF എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓപ്ഷൻസിലൊന്നും 18 ഇല്ല. എന്നാലും ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 18ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം 24 30 ആണോ? അല്ല. 24 30 എന്തിന്റെ മൾട്ടിപ്പിൾ അല്ല? 18ന്റെ മൾട്ടിപ്പിൾ അല്ല. 18ന്റെ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് 18 ഒരു ഫാക്ടർ നമ്മൾ നോക്കി. അടുത്ത ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് 9 ആയിരിക്കും അല്ലെ. 9 × 2 18 അല്ലെ. അപ്പൊ 9 ഒരു ഫാക്ടർ ആണ് ഏറ്റവും വലുത്. ഇനി അപ്പൊ 9 കേസ് നോക്കുമ്പോൾ 18 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിലും 24 30 എന്തിന്റെ മൾട്ടിപ്പിൾ അല്ല? 9ന്റെ മൾട്ടിപ്പിൾ അല്ല അല്ലെ. അപ്പൊ അടുത്ത വലിയ ഫാക്ടർ ആയിട്ടുള്ള 6 എടുത്തു നോക്കി. 6ന്റെ കേസ് എടുക്കുമ്പോൾ യെസ് 18ഉം മൾട്ടിപ്പിൾ ആണ്, 24ഉം 6ന്റെ മൾട്ടിപ്പിൾ ആണ്, 30ഉം എത്രയുടെ? 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 6 ആയിരിക്കും. ഇത് വേണമെങ്കിൽ ഓപ്ഷൻ ഒന്നും കണ്ടുപിടിക്കാം കേട്ടോ. ഇതിലെ ഏത് ഓപ്ഷന്റെ വലിയ വലിയ സംഖ്യ എടുക്കാം. ഏറ്റവും അടുത്ത് 12 എടുക്കുമ്പോൾ 12 നമുക്കറിയാം 18ന്റെ മൾട്ടിപ്പിൾ അല്ല. സോറി 18 12ന്റെ മൾട്ടിപ്പിൾ അല്ല. 24 ആണെങ്കിലും 30ഉം അല്ല അല്ലെ. അപ്പൊ 12 അല്ല എന്ന് ക്ലിയർ ആയി. പിന്നെ അടുത്ത മൾട്ടിപ്പിളോ ഏറ്റവും വലുത് 9 ആണ്. 9 എന്ന് പറയുന്നത് 18 9ന്റെ മൾട്ടിപ്പിൾ ആണ് 18 എങ്കിലും 9ന്റെ മൾട്ടിപ്പിൾ അല്ല 24ഉം 30ഉം. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ അല്ല എന്ന് ക്ലിയർ ആണ്. പിന്നെ അടുത്ത 6 എടുത്ത് നോക്കുമ്പോൾ യെസ് എല്ലാത്തിലും കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ 18 എന്ന് പറയുന്ന 6ന്റെ മൾട്ടിപ്പിൾ ആണ്, 24 എന്ന് പറയുന്ന 6ന്റെ മൾട്ടിപ്പിൾ ആണ്, 30 എന്ന് പറയുന്നതും 6ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എത്രയായിരിക്കും? 6 ആയിരിക്കും. HCF നമുക്ക് രണ്ട് രീതിയിലും കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ?
LCM ഓഫ് 6, 8, 12, 24 അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു സംഖ്യയുടെ LCM എന്ന് പറയുന്നത് അവിടുത്തെ തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യക്ക് ഈക്വലന്റോ അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്ലോ ആയിരിക്കും അല്ലെ. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? 24 ആണോ ഇവിടുത്തെ LCM എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇവിടെ തന്നിരിക്കുന്ന ചെറിയ സംഖ്യകളുടെ ഒക്കെ മൾട്ടിപ്ലോ ആയിരിക്കണം 24. 6ന്റെ മൾട്ടിപ്പിൾ ആണ് 24. 8 × 3 24 ആണ്. 12 × 2 24 ആണ്. അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളുടെയും മൾട്ടിപ്പിൾ ആണ് 24 എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ 24 ആയിരിക്കും ഇവിടുത്തെ LCM ആയിട്ട് വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 9, 12 ഈ രണ്ട് നമ്പേഴ്സിന്റെയും LCM എത്ര എന്നുള്ളതാണ് ചോദ്യം. എഗെയിൻ നമ്മൾ ഏറ്റവും വലിയ സംഖ്യയായിട്ടുള്ള 12 എടുത്തു നോക്കി, പക്ഷെ 9ന്റെ മൾട്ടിപ്പിൾ അല്ല 12 അല്ലെ. അപ്പൊ 12ന്റെ അടുത്ത മൾട്ടിപ്പിൾ ആയിട്ട് 24 എടുത്തു നോക്കിയപ്പോ എഗെയിൻ 9ന്റെ മൾട്ടിപ്പിൾ അല്ല 24. അടുത്ത മൾട്ടിപ്പിൾ ആയിട്ടുള്ള 12ന്റെ അടുത്ത മൾട്ടിപ്പിൾ ആയിട്ടുള്ള 36 എടുത്തു നോക്കിയപ്പോ അത് 9ന്റെയും മൾട്ടിപ്പിൾ ആണ് അല്ലെ. അപ്പൊ 12ന്റെയും മൾട്ടിപ്പിൾ ആണ് 36, 9ന്റെയും മൾട്ടിപ്പിൾ ആണ് 36 എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 36 ആയിരിക്കും ഇവിടുത്തെ LCM എന്ന് പറയുന്ന സാധനം. 9ന്റെയും 12ന്റെയും LCM എത്രയാണ്? 36 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? HCF ഓഫ് 16 and 24 എന്നുള്ളതാണ് അല്ലെ. 16നെയും 24നെയും HCF എന്ന് പറയുമ്പോൾ നമ്മൾ അഗെയിൻ 16 നമുക്ക് ഓപ്ഷൻ നോക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ സംഖ്യ 16 ആണ്. 16 എന്ന് പറയുന്നത് പക്ഷെ 16ന്റെ മൾട്ടിപ്പിൾ അല്ല 24 എന്നുള്ളത് കൊണ്ട് അതല്ല എന്ന് ക്ലിയർ ആണ്. അടുത്ത 8 എടുത്തു നോക്കി. 8 എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾ ആണ് 16, 8ന്റെ മൾട്ടിപ്പിൾ ആണ് 24. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ? ഓപ്ഷൻ 3 ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. യെസ്, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇപ്രാവശ്യത്തെ നമ്മുടെ ടെസ്റ്റ് പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും അറിയാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ. രണ്ടാമത്തെ ടെസ്റ്റ് പേപ്പർ ഒക്കെ ആയതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഇട്ടിരുന്നത്. സോ അപ്പൊ അതെല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും അറിയാം. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കണ്ടുപിടാം. ഓക്കെ, താങ്ക് യു.